അപ്പോൾ ഇതുപോലെ ഈ പറഞ്ഞതുപോലെ വ്യത്യാസമുള്ളൊരു കഥാപാത്രമാണ് മിഴി രണ്ടിലും എന്ന് പറയുന്ന സിനിമ. രണ്ട് വ്യത്യസ്തമായ അത് പക്ഷേ ഡബിൾ റോളാണല്ലോ. രണ്ട് ആൾക്കാരാണ്. ഇത് ഒരേ ആൾ തന്നെയാണ്. അപ്പം രണ്ടും ഒരേ സമയത്ത്. അപ്പം ആദ്യം പറഞ്ഞിരുന്നത് ഇത്രയും വർഷത്തെ ഗ്യാപ്പ്, ഇപ്പോൾ 2-3 വർഷത്തെ ഒരു 5 വർഷം തന്നെ സിനിമയിൽ കാണിക്കുമ്പോൾ വലിയൊരു ഇത് തോന്നാറില്ല. ഇത്രയും വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ ഫ്ലാഷ് ബാക്ക് എടുത്തിട്ടൊരു ഗ്യാപ്പിന് ശേഷം പ്രസൻറ്റ് എടുക്കുള്ളൂ എന്നാണ്. പക്ഷേ ഇതെല്ലാവരുടെയും ഡേറ്റ് ഒക്കെ കൂടി പ്രശ്നം കാരണം ഒക്കെ കൂടി ഒരുമിച്ചൊക്കെ തന്നെയാണ് എടുത്തത്. അപ്പം അത് പക്ഷേ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷ നൽകിയിട്ടുള്ളൊരു സിനിമയാണ്. കാവ്യ, മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച ചിത്രകാരനാണ് രാജാ രവിവർമ്മ. രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളുടെ സൗന്ദര്യം സ്വാംശീകരിച്ചെടുത്തിട്ട് ഒരു സിനിമ കാവ്യമാധവനെ നായികയാക്കി നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ സൗന്ദര്യം, കാവ്യയുടെ ആ ശാലീന സൗന്ദര്യമാണ് അതുപോലെ ഒരു ചിത്രം രൂപപ്പെടുത്തുന്നതിന് കാവ്യയെ തന്നെ തിരഞ്ഞെടുത്തതെന്നറിയാം. കാവ്യമാധവൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അത് ആരാണ് ക്യാമറ നമ്മൾ ചിന്തിക്കണം. സന്തോഷ് ചേട്ടൻ്റെ ഫ്രെയിമിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം എല്ലാവരും അനന്തഭദ്രം ഭയങ്കര എനിക്കാണ് ഫുൾ ക്രെഡിറ്റ് തന്നിട്ടാണ് ഓരോരുത്തർ സംസാരിക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഞാനൊരാൾ മാത്രം വിചാരിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. അതിൻ്റെ കോസ്റ്റ്യൂം അത് എത്രയോ നാളുകൾക്ക് മുമ്പേ ആ ഫുൾ രാജാ രവിവർമ്മയുടെ എല്ലാ ഫോട്ടോസും കളക്ട് ചെയ്തിട്ട് അതിൽ ഏതൊക്കെ വേണമെന്ന് സെലക്ട് ചെയ്ത് അതിൻ്റെ എല്ലാം ആ സാരി അതേ കളറ് വരുന്ന പോലെ അതിലിട്ടിരിക്കുന്ന കമ്മൽ വരെ അത് തപ്പിപ്പിടിച്ച് ഇങ്ങനെ ചില 2-3 കമ്മലുകളുടെ ഓരോരോ ഭാഗമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആ ഫോട്ടോയിലുള്ള അതേപോലത്തെ കമ്മലുകളൊക്കെ. കാവ്യ അതിനു വേണ്ടി രവിവർമ്മ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ? ഞാൻ ഒരുപാടൊന്നും കണ്ടിട്ടൊന്നുമില്ല. അവിടെ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ഒരുപാട് ഫോട്ടോസ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെയൊക്കെ ചില ചിത്രങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അതിൻ്റെ മേക്കപ്പ് മാൻ, പുള്ളിയുടെ കഴിവും ഒക്കെ കൂടി വന്നിരിക്കുന്ന സന്തോഷേട്ടൻ്റെ കയ്യിലാണ് എല്ലാവരും കൂടി കിട്ടിയിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ക്രെഡിറ്റ്. എങ്കിലും സൗന്ദര്യത്തെക്കുറിച്ച് സ്വന്തമായൊരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കുമല്ലോ. എനിക്കുണ്ടായിരുന്ന ജോലി എന്ന് പറയാനുള്ളത് ആ ഫോട്ടോയിലുള്ള പോസിൽ നിൽക്കുക, അതിലുള്ള ഭാവം മുഖത്ത് വരുത്തുക. അത് ഒരു ഈസി ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം അവർ ആദ്യം പറഞ്ഞപ്പോൾ എനിക്കെന്താ പണി, അതിലുള്ള പോലെ ഇരുന്നാൽ പോരെ, ഇവരൊക്കെ കൂടി ചെയ്തു തന്നാൽ മതിയല്ലോ. പക്ഷെ അതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം നമ്മൾ ആ ഒരു ഫീല് ചിലപ്പോൾ പെട്ടെന്ന് പോവേ, നമുക്ക് ഇരുന്ന് പിന്നെ ആ ഒരു ഇങ്ങനെ ആദ്യത്തെ പൂവൊക്കെ വയ്ക്കണം. ആദ്യത്തെ പൂസ് തന്നെ എനിക്കൊന്നും അങ്ങനെ നിവർന്നിരുന്നിട്ട് ശീലമില്ല. നമ്മളൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ശീലിട്ട് ഒരു മിനിറ്റൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും എനിക്ക് പിന്നെ പറ്റണില്ല. ഷോർട്ട് സമയമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇതായി പോവുക. സാധാരണ ഓണക്കാലം എന്ന് പറയുമ്പോൾ ഔട്ടിങ്ങും അതുപോലെ തന്നെ സിനിമ കാണാൻ പോവുക, പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ പോവുക എന്നൊക്കെയാണ്. ഈ തിരക്കിനിടയിൽ കാവ്യയ്ക്ക് അതൊക്കെ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനൊക്കെ ഇപ്പോഴും പോകാറുണ്ടോ? ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ നായികയായിട്ട് വന്നു. അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള വലിയൊരു കാര്യം, ഞാൻ ഇടയ്ക്ക് നാട്ടിലേക്കൊക്കെ വിളിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇന്നും നമ്മുടെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ടോ, ഞങ്ങൾ ഉത്സവത്തിന് പോകാമെന്നൊക്കെ പറയുമ്പോൾ അയ്യോ എനിക്കിനി അതൊക്കെ പറ്റൂ, ഇനി ഞാൻ ഈ എല്ലാ ദിവസവും വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് വന്ന് കുളിച്ചിട്ട് അമ്പലത്തിൽ ഉത്സവം കാണാൻ പോവുക, ചെണ്ടമേളം കാണാൻ പോവുക, അതൊന്നും ഇനി എനിക്ക് എൻ്റെ ലൈഫിൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ. അതൊന്നും ഇപ്പം ഞാനറിയാത്ത, ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത എന്തോരം ആൾക്കാർ, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അവർ വന്നിട്ട് എന്നോട് ഒരു പരിചയമില്ലാത്തവരാന്ന് വന്നിട്ട് ഭയങ്കര അടുപ്പുള്ള ആൾക്കാരെ പോലെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും. അതൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ. മറ്റുള്ളവരുടെ സ്നേഹം കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാവ്യ, ഇപ്പോൾ നാട്ടിലെ അമ്പലത്തെക്കുറിച്ചും ഉത്സവത്തെക്കുറിച്ചും അതുപോലെ തന്നെ സ്കൂളിനെ കുറിച്ചുമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. ആ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം ഈ തിരക്കിനിടയിലും അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇതുവരെ ഞാൻ എന്താ പറയുക, ആ ഒരു ബന്ധം ഞാൻ ഇതുവരെ കളഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയാം അതൊക്കെ ഉണ്ടാവുള്ളൂ ഇനി ലൈഫിൽ. നമ്മളിപ്പോൾ കാണുന്നൊന്നും ഇനി അങ്ങോട്ട് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ കാണുന്നൊക്കെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇപ്പോൾ കാണുന്നൊക്കെ അത്രേ ഉള്ളൂ. അതൊക്കെയാണ് നമ്മൾ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പുള്ള ബന്ധങ്ങളാണ്. അതൊക്കെ വളരെ സിൻസിയർ ആയിട്ടുള്ള ബന്ധങ്ങളാണ്. അതൊന്നും ഒരിക്കലും നശിക്കുന്നതല്ല. പക്ഷേ എന്നാലും ഞാൻ നാട്ടിൽ പോയാൽ, ഞാൻ ഇന്ന ദിവസം വരുന്നുണ്ട് പറഞ്ഞാൽ അവരെല്ലാവരും വരും എന്നെ കാണാൻ വേണ്ടിയിട്ട്. കുറേ സമയം എൻ്റെ കൂടെ ഇരിക്കും അവർ. പക്ഷെ അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു സ്വത്തായിട്ട് ഇനി ബാക്കി ഉണ്ടാകാൻ പോണത് എൻ്റെ നാട്, എൻ്റെ നാട്ടുകാർ, അതൊക്കെ തന്നെയായിരിക്കും. കാവ്യ സിനിമയിൽ വന്നതിന് ശേഷം ഒരുപാട് ഓണം പിന്നിട്ടിരിക്കുകയാണ്. ഈ ഓരോ ഓണവും കാവ്യയെ സംബന്ധിച്ചിടത്തോളം മേന്മയാണ് ഉണ്ടായിട്ടുള്ളതെന്നും അറിയാം. ഇനിയും ഇതുപോലെ സിനിമയിൽ എത്ര ഓണക്കാലം കൂടി ആഘോഷിക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഒരു കണക്കുകൂട്ടലില്ലാതെയാണ് ഞാൻ സിനിമയിലെത്തിയത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ എന്താ പറയുക,
എൻ്റെ അതുപോലുള്ളൊരു സ്ഥലത്തു നിന്നൊക്കെ ഞാൻ സിനിമയിൽ വരിക, നായികയായിട്ടൊക്കെ അഭിനയിക്കുക, കുറച്ച് പേരൊക്കെ എന്നെ ഇഷ്ടപ്പെടുക, അതൊന്നും മനസ്സിൽ പോലും ഉണ്ടായിരുന്നു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. അതൊക്കെ നടന്നില്ലേ. ഇനിയും നമുക്ക് അറിഞ്ഞൂടാ, അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. എത്ര നാൾ ഇനി ഉണ്ടാവും, ഒരുപാടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഉള്ളിടത്തോളം നന്നായിട്ട് നിൽക്കുക. ഈ കാവ്യയ്ക്ക് ഇതുപോലെയുള്ള കഴിവുകൾ ഉണ്ട് എന്ന് കാവ്യയ്ക്ക് തോന്നിയത് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? ഞാൻ ഒരു 1.5 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. ഒരു 3 വയസ്സുള്ള കുട്ടികളെയൊക്കെ സംസാരിക്കണ പോലെ ഭയങ്കര സ്പഷ്ടമായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നിട്ട് പോയാൽ അവരെ ഞാൻ ഭയങ്കരമായിട്ട് അനുകരിച്ച് കാണിക്കാറ്, അവർ സംസാരിക്കണ പോലെ സംസാരിക്കുക, പിന്നെ ഏതെങ്കിലും പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് വെറുതെ ഡാൻസ് കളിക്കുക, അങ്ങനെയൊക്കെയുള്ള അപ്പോഴാണ് ഇവർക്ക് ഡാൻസ് പഠിപ്പിക്കുക അല്ലേ എന്നൊക്കെ തോന്നിയത്. ആ സമയത്താണ് മാളൂട്ടി എന്നൊക്കെ പറഞ്ഞ സിനിമ ഇറങ്ങിയത്. അപ്പോഴാണ് അവിടുന്ന് തൊട്ടാണ് അവർക്കൊരു ആഗ്രഹം തുടങ്ങിയത്. എൻ്റെ മോളെ സിനിമയിൽ അഭിനയിപ്പിച്ച എന്താവും മാളൂട്ടീനെ കണ്ടപ്പോൾ അച്ഛനായിരുന്നു ഭയങ്കര ആഗ്രഹം. ഞാൻ നേരത്തെ സ്ത്രീ സൗന്ദര്യത്തെക്കുറിച്ച് ചോദിച്ചു. എന്താണ് കാവ്യയുടെ സങ്കല്പത്തിലെ പുരുഷ സൗന്ദര്യം? എന്താ പറയുക, എനിക്ക് ഭയങ്കര ഫാഷനൊക്കെ ആയിട്ട് നടക്കണ ആൺപിള്ളേരൊന്നും എനിക്കിഷ്ടമല്ല. എന്നുവെച്ചാൽ അങ്ങനെയല്ല കേട്ടോ, ദൈവം അവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ എൻ്റെ സിനിമയൊക്കെ കാണണം, അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ചിലരില്ലേ നമുക്ക് ഇപ്പോൾ എന്ത് ഫാഷനാണ് നമുക്ക് ചേർന്നത് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പം നമ്മളൊക്കെ ചില സ്ഥലത്തൊക്കെ പോകുമ്പോഴേ കാണാം ചില ആൺപിള്ളേരൊക്കെ വല്ലാത്ത കളറൊക്കെ ഒരുമാതിരി എന്തൊക്കെയൊക്കെയോ, എന്താണിത് നമുക്ക് തോന്നിപ്പോകുന്ന ചില കളറൊക്കെ ചെയ്തിട്ട് എന്തൊക്കെയൊക്കെയോ ചില രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നാറുണ്ട്. അങ്ങനത്തെ ഒന്നും ഒരു സൗന്ദര്യത്തിനോടൊന്നും നമുക്ക് ചേർന്നത് ചെയ്യും. ചിലപ്പോൾ നമുക്ക് വീട്ടിൽ പൈസ ഒന്നും ഉണ്ടാവില്ല, ഒരു ഷർട്ടും ഒരു മുണ്ടും വൃത്തിക്ക് പോവുക എന്നുള്ളതാണ്. വൃത്തിക്ക് നടക്കുന്ന ആൾക്കാരൊക്കെ എനിക്കിഷ്ടം. ചിലപ്പോൾ കാണാൻ ഭംഗി വേണമെന്നില്ല, വൃത്തി ഉണ്ടാവണം. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് തോന്നുമല്ലോ. എപ്പോഴും ഒരു ആകർഷണം നമുക്ക് തോന്നുക പുറമേയുള്ള സൗന്ദര്യത്തിൽ തന്നെയാണ്. ചിലപ്പോൾ ചിലരുടെ ചിരിയായിരിക്കും, കാണാൻ ചിലപ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. ചിരിക്ക് ചിലപ്പോൾ ഭയങ്കര, ചിലർ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, നല്ല പെരുമാറ്റമായിരിക്കും ഒരാളെ. അപ്പോൾ നമുക്ക് എന്ത് നല്ല പെരുമാറ്റമല്ല. ഒരാൾക്ക് നന്നായിട്ട് പെരുമാറാൻ പഠിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കഴിവ് തന്നെയാണ്. ചിലർ ഭയങ്കര സുന്ദരനൊക്കെ ആയിരിക്കും, വാ തുറന്നാൽ മോശം വരുള്ളൂ, പെരുമാറാൻ അറിയില്ല, അതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. അപ്പം ഇതിലെന്താണ് നല്ല സൗന്ദര്യം എന്ന് എനിക്കറിഞ്ഞൂടാ. എല്ലാം കൂടി എന്താ പറയുക, അങ്ങനെ പുറമേയുള്ള സൗന്ദര്യത്തിന് ഞാൻ എപ്പോഴും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതാണായാലും പെണ്ണായാലും എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റുക, നന്നായിട്ട് ആൾക്കാരോട് പെരുമാറാൻ പഠിക്കുക, മനസ്സ് നന്നായിരിക്കുക, എല്ലാവരോടും നന്നായിട്ട് സ്നേഹിക്കുക.